ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നാണ് പുഷ്പ 2. പ്രീ റിലീസ് ഹൈപ്പിൽ ബോളിവുഡ് ചിത്രങ്ങളെപ്പോലും പിന്നിലാക്കിക്കൊണ്ടാണ് ഡിസംബർ 5-ന് ചിത്രം എത്തിയത്. ദക്ഷിണേന്ത്യയേക്കാൾ ഉത്തരേന്ത്യ ആഘോഷിച്ച ചിത്രത്തിൻ്റെ ഹിന്ദി പതിപ്പ് മാത്രം ഇതിനകം 770 കോടിക്ക് മേൽ നേടി. തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ കയ്യടി ലഭിക്കാതെയിരുന്നത് കേരളത്തിലായിരുന്നു. എന്നിട്ടും കേരളത്തിൽ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതര മാർക്കറ്റുകളെ അപേക്ഷിച്ച് വലിയ വ്യത്യാസമുണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് ഒരു മാസം കൊണ്ട് ചിത്രം 17.85 കോടി നേടിയിട്ടുണ്ട്. പ്രമുഖ ട്രാക്കർമാരായ സിനി ട്രാക്കിൻ്റെ കണക്കനുസരിച്ചാണ് ഇത്. അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇതിനകം നേടിയിരിക്കുന്നത് 1799 കോടിയാണ്. നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് ജനുവരി 2-ന് പുറത്തിറക്കിയ കണക്ക് പ്രകാരമാണ് ഇത്. അല്ലു അർജുൻ എന്ന താരത്തിൻ്റെ കരിയർ വളർച്ചയ്ക്ക് പുഷ്പ ഫ്രാഞ്ചൈസിയോളം കരുത്തു പകർന്ന മറ്റ് ചിത്രങ്ങളില്ല. 2021-ൽ പുഷ്പ എത്തും വരെ അല്ലു അർജുൻ ഹിന്ദി ബെൽറ്റിൽ പരിചിതനായിരുന്നില്ല. തെന്നിന്ത്യയിൽ വലിയ ആരാധക വൃന്ദം ഉണ്ടായിരുന്നെങ്കിലും ഉത്തരേന്ത്യയിൽ അതായിരുന്നില്ല സ്ഥിതി. എന്നാൽ പുഷ്പ എന്ന ഒറ്റ ചിത്രം അത് മാറ്റിമറിച്ചു. ചിത്രത്തിൻ്റെ ഹിന്ദി പതിപ്പ് മാത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു. പുഷ്പ 2-വിൻ്റെ ക്യാൻവാസ് വലുതാവാനും കാരണം പുഷ്പ നേടിയ വലിയ വിജയമാണ്. ബോളിവുഡ് ചിത്രങ്ങളെക്കാൾ ഉത്തരേന്ത്യൻ പ്രേക്ഷകർക്കിടയിൽ സമീപകാലത്ത് കാത്തിരിപ്പുയർത്തിയതും പുഷ്പ 2 ആയിരുന്നു. ഷാരൂഖ് ഖാൻ ചിത്രങ്ങൾ മാറ്റി നിർത്തിയാൽ പുഷ്പ 2-വിനെ വെല്ലാനാവുന്ന ഒരു വിജയം ബോളിവുഡിൽ സമീപകാലത്ത് ഉണ്ടായിട്ടില്ല.